എല്ലാവർക്കും നമസ്കാരം. 2025 ഒക്ടോബർ 27 തിങ്കളാഴ്ചത്തെ ദീപിക പത്രത്തിൻ്റെ പുറകുവശത്തെ ഒരു വാർത്ത വായിക്കുക. മണ്ഡപം, കാസർഗോഡ്. 200ഓളം ചേന കാട്ടുപന്നി നശിപ്പിച്ചതിന് നഷ്ടപരിഹാരമായി വനം വകുപ്പ് കർഷകന് നൽകിയത് വെറും 165 രൂപ. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ മണ്ഡപം ഉദയപുരത്തെ ജീരകത്ത് വർഗീസിനാണ് ദുരനുഭവം. കഴിഞ്ഞ മാസം 20-നാണ് വർഗീസിൻ്റെ ചേനക്കൃഷി ഏതാണ്ട് പൂർണ്ണമായും കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ആദ്യം ജില്ലാ ഫോറസ്റ്റ് ഓഫീസർക്ക് അക്ഷയ കേന്ദ്രം വഴിയും പിന്നീട് പഞ്ചായത്ത് തലത്തിൽ വനം വകുപ്പ് നടത്തിയ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിലും വർഗീസ് നിവേദനം നൽകി. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ 50 ചേനകൾ മാത്രമാണ് നശിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് നൽകിയത്. കിലോയ്ക്ക് 85 രൂപ എന്ന നിരക്കിൽ ചെറുപുഴയിൽ നിന്ന് 2 കിൻഡൽ ചേനവിത്ത് വാങ്ങിയാണ് താൻ കൃഷി നടത്തിയതെന്നും വളപ്രയോഗം നടത്തിയതിനും വേലി കെട്ടിയതിനും വേറെ പണം ചെലവഴിച്ചതിനും 165 രൂപ നഷ്ടപരിഹാരം അനുവദിച്ചത് ഏത് മാനദണ്ഡപ്രകാരമാകുന്ന മനസ്സിലാകുന്നില്ലെന്നും വർഗീസ് പറഞ്ഞു. 2.65 ഏക്കർ സ്ഥലം മാത്രമുള്ള വർഗീസിന് കൃഷിയാണ് ഏക ഉപജീവന മാർഗം. വന്യമൃഗ ആക്രമണത്തിൽ നട്ടം തിരിയുന്ന കർഷകനെ പരിഹസിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ വനം വകുപ്പ് ചെയ്യുന്നതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി എന്ന ഒരു വാർത്ത. 200 ചേന കാട്ടുപന്നി നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം 165 ഉലുവ. ഇതെൻ്റെ ഒരു സ്നേഹിതൻ എപ്പോഴും പറയുന്ന ഭാഷയാണ്. എനിക്കത് വളരെ ഇഷ്ടമുള്ളതാണ് ഞാനതങ്ങ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരു 10 ഇഞ്ച് വട്ടമുള്ള ചേന, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയി ഒരു ചേന നോക്കി. ഒരുവിധം കൊള്ളാവുന്ന ഒരു ചേന, ഒരു 10 ഇഞ്ചോളം വട്ടമുള്ള, അല്ലെ ഒരടിക്ക് താഴെ വട്ടമുള്ള ഒരു ചേന എടുത്ത് തൂക്കി നോക്കിയപ്പം ഒരടിയില്ല 10 ഇഞ്ചേ ഉള്ളൂ. അത് 10 കിലോ ഉണ്ട്. ഇച്ചിരി വെള്ളമൊക്കെ പറ്റി അങ്ങേയറ്റം ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു 8 കിലോ ഉണ്ട്. ഒരു 8 കിലോയോ 10 കിലോ ഉള്ള ഒരു ചേന ഇന്നലെ ഞാൻ മാർക്കറ്റിൽ വില ചോദിക്കുമ്പോൾ 60 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. ഇങ്ങോട്ട് വരുമ്പം ഈ 60 രൂപ വിലയുള്ള ഒരു ചേന കൊണ്ടുവന്ന് നമ്മൾ ഇച്ചിരി ചാണകവെള്ളമെല്ലാം മുക്കി അങ്ങ് വെച്ചാൽ ഇതൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനൊരു കൂടി വന്ന 3 അല്ലെങ്കിൽ 4 മുളയുണ്ടാവും. 3 മുളയാണ് സാധാരണ ഇതിന് കണ്ടിട്ടുള്ളത്. 4 മുള ഉണ്ടെങ്കിൽ തന്നെ ഇത് 4 മുറിച്ചെടുക്കുമ്പം 60 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. 10 കിലോ ആണ് ഒരു ചേനയുള്ളത് സാധാരണഗതിയിൽ. ഈ ചുണ്ണി പോലത്തെ ചേനയല്ല ഞാൻ പറയുന്നത്, ഒരുവിധം കൊള്ളാവുന്ന ചേന. അപ്പോൾ അങ്ങനെ അതിൽ കൂടുതലും 30-35 കിലോ ഒക്കെ ഉള്ള തേനയുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ നാടൻ ചേന എന്ന് പറയുന്ന ഒരു 10 കിലോ ഒക്കെയാണ്. അതിനൊരു 3-4 മുളയുണ്ടായെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ മുറിച്ചാൽ 4 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണത്തിന് 150 രൂപ ചിലവാകും. നമ്മൾ ഈ പാമോയിലൊക്കെ വരുന്ന ഒരുതരം പാട്ടയുണ്ട്, ചുമ്മാ ചെറിയ പാട്ട. ആ പാട്ടയ്ക്ക് ഒരു പാട്ട ചാണകത്തിന് 50 രൂപ ആവും. ഇപ്പോൾ 50 കൂടുതലാണോന്ന് അറിയത്തില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ മേടിക്കുമ്പോൾ 50 ആയിരുന്നു. ഇങ്ങനെ ഒരു കഷ്ണം ചേനയും മുറിച്ച് ആ ചേനയുടെ ചോട്ടിലിടാനുള്ള ചാണകം കൂടി ആകുമ്പം 200 രൂപ ആവും. ഈ 200 രൂപയും 200 രൂപയുടെ കൂട്ടത്തിൽ കുഴി കുത്തണം, കരിയില വാരിയിടണം, ചാണകപ്പൊടി ഇടണം, ഇത് കഴിഞ്ഞ് ചേന നടണം, കിളുത്ത് വരുമ്പോൾ മണ്ണ് കൂട്ടണം, കാട് പറിച്ച് കളയണം, പിന്നെ മണ്ണ് കൂട്ടണം. ഇതെല്ലാം കഴിഞ്ഞ് ചേന മൂത്ത് കഴിയുമ്പോൾ ചേന പറിക്കണം, ചേനയുടെ വേര് പറിക്കണം, കഴുകണം. അങ്ങനെ ഒരു 200-250 രൂപ 300 രൂപ ഒക്കെ മുടക്കമുള്ള ചേനയ്ക്ക് മിനിമം ഒരു 400 രൂപ കിട്ടിയാലേ കർഷകന് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇതെന്തിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ 165 രൂപ അനുവദിച്ച ഉദ്യോഗസ്ഥ നാറി, നീ ഇതെവിടുന്നാണ് മനസ്സിലാക്കിയത് ഈ 165 ഉലുവ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ? മാർക്കറ്റിൽ 600 രൂപ കിട്ടുന്ന ചേന 200 എണ്ണത്തിൻ്റെ വില എത്രയാണെന്നറിയാവോ? എഴുതാനും വായിക്കാനും അറിയാവുന്നവനെ വേണം ഡിപ്പാർട്ട്മെൻറ്റിൽ കയറ്റിയിരുത്താൻ, അല്ലാത്തവനെ കയറ്റിയിരുത്തിയത് പറ്റിയല്ല. 200 × 600 സമം 1,20,000 എന്ന് കിട്ടും. ഈ കാട്ടുപന്നിയുടെ അപ്പൻ എന്ന് പറയുന്നത് വനം വകുപ്പാണല്ലോ, കാട്ടുപന്നിയുടെ അപ്പൻ. ഉടനെ കാട്ടുപന്നിയുടെ വീട്ടിൽ ചെന്ന് അപേക്ഷ വെച്ചു. അതല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചപ്പം വെച്ചില്ല. എന്നിട്ട് ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് പുതിയൊരു തട്ടിപ്പായിട്ട് ഇറങ്ങിയേക്കുക, വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ്. വന്യജീവിക്ക് കൗൺസിലിംഗ് കൊടുക്കും. മാനേ മക്കളെ ഇറങ്ങി നാട്ടുകാരോട് പണിയെടുക്കരുത്, ഇതായിരിക്കും കൗൺസിലിംഗ്. എന്നിട്ട് ഇവർക്ക് കൊണ്ട് അപേക്ഷ വെച്ചപ്പം അവസാനം വന്ന് നോക്കി, അപേക്ഷയെല്ലാം നോക്കി, ഉദ്യോഗസ്ഥൻ എഴുന്നള്ളിച്ചുകൊണ്ട് ആ കുഞ്ഞച്ചൻ വന്നെല്ലാം കണ്ടു, എല്ലാം എഴുതി പോയി ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്കുമായിട്ട് ഈ പാവം കർഷകൻ ബാങ്കിൽ ചെന്നപ്പം കിട്ടുന്നത് എത്രയാണെന്നറിയോ? 165 ഉലുവ. നാണമുണ്ടോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക്?
ഇവനൊക്കെ ഈ എണ്ണ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ കൊള്ളരുതായി അന്വേഷിക്കാൻ ഞാൻ ചില വിദഗ്ധന്മാരോട് ഈ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരിക്കുക. ഈ സൈസ് പറക്കായിക കാണിക്കാൻ. കൃഷിക്കാരൻ ആരാന്ന് നിനക്കൊക്കെ അറിയാവോടാ? കൃഷിക്കാരൻ അന്നദാതാവാ, കാരണഭൂതമല്ല. കൃഷിക്കാരൻ അന്നദാതാവാ. അവൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ബലം, അവൻ്റെ ഭക്ഷണമാണ് നമ്മുടെ രക്തം, അവൻ്റെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം, അവൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആയുസ്. നീയൊക്കെ എന്നാ നോക്കിയിട്ടാണ് ഇത് നിൽക്കുന്നത്? കൃഷിക്കാരൻ ഇല്ലെങ്കിൽ, കർഷകനില്ലെങ്കിൽ ഒരുത്തനുമില്ല. കേരളമല്ല, ലോകം നിലനിൽക്കുന്നത് കർഷകൻ മൂലമാണ്. ഈ ഭരിക്കുന്ന മരമണ്ടന്മാർക്ക് എന്തെങ്കിലും ഒരു ബോധം ഇതിനെ കൊണ്ട് വരണ്ടാകണ്ടേ? യൂറോപ്പിൻ്റെ ഭക്ഷണ കലവറയാണ് ഉക്രൈനിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് യൂറോപ്പുകാർ മുഴുവൻ തിന്നുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ഉക്രൈൻ ഒരു വിഷയം വന്നപ്പം ലോകം മുഴുവൻ ഉക്രൈൻ്റെ കൂടെ നിന്നു. കേരളത്തിലുള്ള മുഴുവൻ കർഷകരോട് ഞാൻ പറയട്ടെ, ഈ പോക്കൃത്തരം, ഈ 165 രൂപ കൊടുത്ത പോക്കൃത്തരം, കഴിഞ്ഞ ദിവസം ഒരുത്തൻ എനിക്ക് എഴുതി, പറയുന്നതിന് കുഴപ്പമില്ല, തെറി എഴുതരുതെന്ന്. അവൻ്റെ നമ്പർ ഞാൻ കയ്യോടെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ കഴപ്പെന്നാന്ന് അറിഞ്ഞിട്ടാണ് പറയുന്നത്. ഒരു ചേന കുഴിച്ചു വെച്ചവനാണെങ്കിൽ ഈ 165 രൂപ അനുവദിച്ച ഉദ്യോഗസ്ഥ പരനാറി. നിനക്കൊരു ചേന കുഴിച്ചു വെക്കാൻ അറിയാവോ? അവൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്കറിയാവോ? നിനക്ക് ഇവൻ ഈ കർഷകൻ പറയുന്ന പ്രയാസം എന്നാണെന്നറിയാവോ? നിനക്ക് ഈ കർഷകൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നറിയാവോ? അവൻ എന്നിട്ട് ഈ കൃഷിയെല്ലാം കഴിഞ്ഞ് ബാങ്ക് ലോണും എടുത്ത് കോപ്പറേറ്റീവ് ബാങ്ക് അവൻ്റെ തലയിലോട്ട് ഉരുണ്ട് കയറുന്നത് നിനക്കറിയാവോ? അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നിനക്കറിയാവോ? അവൻ്റെ കൊച്ചുങ്ങളുടെ കല്യാണം നടത്തണമെങ്കിൽ അവൻ്റെ സ്ഥലം ഒരു മൂലയെന്ന് വിൽക്കണം, അറിയാവോ? ഈ കോണകത്തിലെ മൃഗങ്ങളെല്ലാം കൂടെ കയറിക്കഴിഞ്ഞാൽ ഈ പറമ്പ് പോലും വിൽക്കാൻ പറ്റില്ല, നിനക്കറിയാവോ? കാർബൺ ഫണ്ട് മേടിച്ച് തീറ്റാൻ കഴിഞ്ഞ് കുറേ ഭരണവർഗം ഉണ്ടാക്കോ. കർഷകനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുമിക്കുമെങ്കിൽ ഞാൻ നേതൃത്വത്തിലേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഈ പണി നടക്കുകയില്ല. വന്യമൃഗം വനത്തിൽ നിൽക്കണം, മനുഷ്യൻ നാട്ടിൽ നിൽക്കണം. നാട്ടിൽ വന്യമൃഗം ഇറങ്ങിയാൽ ഇവിടുത്തെ പോലീസ് വെടിവെക്കണം. കാട്ടി മനുഷ്യൻ ആദിവാസി അല്ലാത്തവൻ കയറിയ ഫോറസ്റ്റുകാർ വെടിവെക്കട്ടെ. നിയമം ഇല്ലേ? നിയമം ഉണ്ടാക്കണം. സംസ്ഥാനത്ത് 3 ഭൂരിപക്ഷത്തോടെ ഉണ്ടാക്കണം. തമിഴ്നാട് സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് തിരിച്ചു കൊണ്ടുവന്നുണ്ടോ? ഇല്ലെങ്കിൽ കേന്ദ്രത്തിനോട് പറയണം, നിയമം ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ്റിയാലേ ഇറങ്ങിപ്പോ, ഞങ്ങൾ ജനങ്ങൾ കയറി ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ കണ്ടായിരുന്നോ? മന്ത്രിസഭയിലൊക്കെ ഉള്ള വെട്ടി വിഴുങ്ങുന്ന കണ്ടുണ്ടോ? മേശയിലിരുന്നോ ഉരുട്ടി തള്ളുമ്പോഴെങ്കിലും ഇവന്മാർ ഓർക്കണ്ടേ, ഇത് കൃഷിക്കാരൻ്റെ രക്തമാ, കൃഷിക്കാരൻ്റെ ചോരയാ, അവൻ്റെ ജീവിതമാണെന്ന് ഇവന്മാർ ഓർക്കണ്ടേ? സത്യം പറയുമ്പോൾ കേരളത്തിലെ കർഷകരോട് പറയട്ടെ, നിങ്ങൾ ഈ മണ്ണിനോടും മലയോടും വന്യമൃഗങ്ങളോടും കാലാവസ്ഥയോടും മല്ലടിച്ച് നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നെങ്കിൽ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. രാഷ്ട്രീയക്കാർ തിരികെ കയറിയ കർഷക സംഘടനകൾ പിരിച്ചുവിട്ടിട്ട് കർഷക സംഘടനകളെല്ലാം കൂടെ ഒന്നിക്കണം. മതനേതാക്കന്മാരോട് പറയട്ടെ, നിങ്ങളുണ്ടാക്കിയേക്കുന്ന കർഷക സംഘടന രാഷ്ട്രീയക്കാരുടെ ബിനാമിയായി നിൽക്കാതെ കൃഷിക്കാരനെ ഒരുമിപ്പിക്കണം. 14 രൂപ ഏത്തക്ക കൃഷി ചെയ്യുന്ന കർഷകന് മാർക്കറ്റിൽ കിട്ടുന്നത്, അവൻ എങ്ങനെ ഇത് കൃഷി ചെയ്യും? 60 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് ഇതെങ്ങനെ ന്യായമാക്കാൻ പറ്റും? ഇതെൻ്റെ മാതാപിതാക്കളാ, എൻ്റെ സഹോദരങ്ങളാ, എൻ്റെ ജനമായത്. മലയാളിക്ക് എന്നെ അങ്ങനെ തോന്നാത്തത്? ഞാൻ എന്നതിലും പറയുമ്പം ഞാൻ അലറുന്നു കൂകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അലറും, ഞാൻ കൂവും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതേ ഉള്ളു വഴി. ഈ കൂവിച്ചകൾ അനേകരുടെ ഹൃദയത്തിലോട്ട് തീ കയറട്ടെ. നിങ്ങളിതിങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ നോക്കി നിൽക്കരുത്. നമ്മളെ ഉള്ളൂ. മനുഷ്യൻ ഇവിടെ നാട്ടിൽ ജീവിക്കണം. ഈ വാരി തിന്നുമ്പം വാരി ഓരോരുത്തരൊക്കെ അമുക്കുന്ന കാണാൻ മേലെ മേശ നിറഞ്ഞ പൗരപ്രമുഖന്മാരോട് ചേർന്നിരുന്ന് ഒടുക്കത്തെ വെട്ടുമ്പോഴെങ്കിലും ഇവൻ ഓർക്കണ്ട ഇതുണ്ടാക്കിയ കൃഷിക്കാരനാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാൻ കണക്ക്. ഇവന്മാർ പോയ 140 അവിടെ നിസാര റേറ്റിന് നിയമസഭയ്ക്കകത്ത് കിട്ടും. അതും മേടിച്ച് മൂക്കറ്റം കയറ്റിയിട്ട് 165 രൂപ 200 ചേനയ്ക്ക് 1,20,000 രൂപ വിലയുള്ളതിന് അനുവദിച്ച് കൊടുത്ത ചെറ്റത്തരം കൃഷിക്കാരൻ അനുവദിക്കരുത്. നമ്മൾ രാഷ്ട്രീയം മറന്ന ഒന്നാകണം, ഒരുമിക്കട്ടെ. അല്ലാതെ ഇത് നേരിടാൻ പറ്റിയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.